ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടും സേഫായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നുള്ളത് അടിപൊളി ചക്കക്കുരു ഉണക്കമീനിട്ട് വെച്ച് പഴമക്കാരുടെ രുചിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നുള്ളത്. ഇത് ഉച്ച ചോറിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പറ ചോറ് തന്നെ കഴിക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ. ചട്ടിയിൽ ചോറ് തീരുന്നതേ നമുക്കറിയില്ല, അത്രക്കും ടേസ്റ്റിയാണ്. അത് ഞാൻ ചക്കക്കുരു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാളയാണ്. അപ്പോൾ പഴമക്കാരുടെ രുചി കിട്ടണമെങ്കിൽ അരച്ച മുളക് തന്നെ വേണം ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ മസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ളത് മൺചട്ടിയും കൂടിയാണ്, എന്നാലേ ഈ കറിക്ക് കുറച്ചും കൂടി അധികം ടേസ്റ്റ് കൊടുത്തുള്ളൂ. അപ്പോൾ അത് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചിട്ട് വേണം ഈ കറിക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി കറി വേണോ അതിനനുസരിച്ച് മുളക് എടുക്കാം. പിന്നെ അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് വേവിച്ച് സെറ്റാക്കി എടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതാ മിക്സ് ചെയ്തിട്ട് ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെക്കുമ്പോഴാണ് ഈ കറിക്ക് കുറച്ചും കൂടി അധികം ടേസ്റ്റ്. അങ്ങനെ ഞാൻ തിള വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഈ കറിക്ക്. അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആദ്യം ഒന്ന് എടുത്തിട്ട് വീണ്ടും നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു ആണെങ്കിൽ നല്ല വെളിഞ്ഞ ചക്കക്കുരു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഓരോ ചക്കക്കുരുവിനും ഓരോ വേവിൻ്റെ അളവാണ്. ഓരോ ചക്കക്കുരു അത്യാവശ്യം കുറച്ച് ലേറ്റ് വേവാനായിട്ട്. പിന്നെ ഒരു തരം ചക്കക്കുരാണ് പെട്ടെന്ന് തന്നെ വെന്ത് കലങ്ങിപ്പോവും. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉണക്കമീൻ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നങ്കുമീനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നങ്കുമീനാകുമ്പോഴാണ് കുറച്ചും ഏത് ഉണക്കമീനും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നങ്കാണ്. അപ്പോൾ ഞാൻ മീനൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി അടുപ്പത്ത് പോയി നോക്കിയാകുമ്പോൾ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീനിട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി അധികം മീനിട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഉച്ച സമയത്ത് ഇത് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഒരു പറ ചോറ് തന്നെ ചട്ടിയിൽ ഉണ്ടായിരുന്ന ചോറ് കാലിയാകുന്ന വഴി അറിയില്ല. ഈ കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു കറി ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് അവിടെ വെക്കണം, എന്നിട്ട് വേണം കൂട്ടാനായിട്ട്. എന്നാലും ഇതിൻ്റെ കറിൻ്റെ ടേസ്റ്റൊക്കെ അതിൽ പിടിക്കത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉണക്കി മീനല്ലേ, എന്തായാലും ഉപ്പുണ്ടാവും. വേണമെങ്കിൽ കറി ആക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല. ഉണക്കമീനിലുള്ള ഉപ്പിൽ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അങ്ങനെ മീനൊക്കെ ഇട്ടൊന്ന് തള വരുമ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചെറുകിയാന്നാണ്. തേങ്ങ ഒരു അരമുറിൻ്റെ ആട്ടിയും കുറച്ച് മാത്രം മതിയാവും. നിങ്ങൾ എത്ര കറി എടുക്കുന്നോ ആക്കിയെടുക്കുന്നോ അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം വറവാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒത്തിരി ലൂസും കൂടി വേണം. അപ്പോൾ തേങ്ങ കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. കുറേ പോലെയൊക്കെ വറവ് കറിയായി പോകും, തോരനായിട്ട് പോകും. അങ്ങനെ ഞാൻ നല്ലപോലെ തേങ്ങയൊക്കെ ഇട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത്. അങ്ങനെ ഒരു 10 മിനിറ്റ് സമയം ഞാൻ വേവിച്ചെടുത്തു. അങ്ങനെ നടുവിൽ എൻ്റെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പഴമക്കാരുടെ രീതി ഉണക്കമീനും ചക്കക്കുരുവും മുളകിട്ട കറി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.